കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തങ്ങൾ പതിവാകുമ്പോഴും പ്രവർത്തനം മെച്ചപ്പെടുത്താനാകാതെ ബീച്ച് ഫയർ സ്റ്റേഷൻ. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ബീച്ച് ഫയർ സ്റ്റേഷൻ പാളയം ബസ് സ്റ്റാൻഡിന് സമീപം സാറ്റലൈറ്റ് സ്റ്റേഷനായി പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു കോർപ്പറേഷന്റെ വാഗ്ദാനം. ഒരു യൂണിറ്റ് മാത്രമാണ് ബീച്ച് ഫയർ സ്റ്റേഷനിലുള്ളത്. ഗോകുൽ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, കോഴിക്കോട് നഗരത്തിന്റെ സുരക്ഷയ്ക്ക് ഒന്നാകെ ഒരു യൂണിറ്റ് മാത്രമാണുള്ളത് അല്ലേ? വീണ, അങ്ങനെ തന്നെയാണ്. കോഴിക്കോട് നഗരത്തിൻ്റെ, അതായത് മിഠായിത്തെരുവ്, പാളയം, മാനാഞ്ചിറ തുടങ്ങിയ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ ഏരിയയുടെയൊക്കെ സുരക്ഷയ്ക്കായി ആകെ ഒരു യൂണിറ്റ് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു വർഷം മുമ്പ് 8ഓളം യൂണിറ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി യൂണിറ്റുകളെ മീഞ്ചന്ത, വെള്ളിമാട് കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മാറ്റി ഈ ബീച്ച് ഫയർ സ്റ്റേഷൻ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നാൽ ഏകദേശം 17 കോടി രൂപയോളം കൊടുത്ത് ഈ ബീച്ച് ഫയർ സ്റ്റേഷൻ പുനഃസ്ഥാപിക്കാനുള്ള നടപടികളൊക്കെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ഈ കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കേറിയ കേന്ദ്രമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പാളയമായാലും വലിയങ്ങാടി ആയാലും മിഠായി തെരുവിലൊക്കെ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായ വലിയൊരു തീപിടുത്തവും കുറേ ആളുകൾ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അറിവുള്ളതാണ്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ ഒരേ സമയത്ത് ഒന്നിലധികം തീപിടുത്തമോ അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, അതായത് മീൻചന്തയിൽ നിന്നോ വെള്ളിമാട് കുന്നോ ഒന്ന് യൂണിറ്റ് എത്തി അവിടേക്ക്, അതായത് ഒരുപാട് സമയം എടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെയുള്ള യൂണിറ്റിന് ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്നൊരു ചോദ്യം സാധാരണപ്പെട്ട ജനങ്ങൾ ചോദിക്കുന്നു. ഇവിടെയുള്ള ജീവനക്കാരും ചോദിക്കുന്നുണ്ട്. അതായത് ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ 63ഓളം ജീവനക്കാരെ വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം ഇപ്പോൾ കേവലം 15ഓളം ജീവനക്കാർ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒരു യൂണിറ്റ് മാത്രമാണുള്ളത്. ഇവിടുത്തെ ജീവനക്കാർക്ക് ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് ഓടിയെത്താൻ സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളും പൊതുജനങ്ങളും ഒക്കെ നിരവധി പരാതികൾ സംസ്ഥാന സർക്കാരിനും കോർപ്പറേഷനും ഒക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരോ കോർപ്പറേഷനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ പ്രതിഷേധങ്ങളൊക്കെ വ്യാപകമായ സമയത്ത് മറ്റൊരു കെട്ടിടം കണ്ടെത്താനുള്ള ശ്രമമൊക്കെ ഫിഷറീസ് വകുപ്പിന്റെ ഒരു കെട്ടിടമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ബീച്ച് ഫയർ സ്റ്റേഷനെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും പിന്നീട് അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അതൊരു പൈതൃക കെട്ടിടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് മ്യൂസിയം ആക്കാനുള്ള ഒരു മാറ്റമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആളഭയമൊന്നും ഇല്ലാതെ രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഒരു അപകടമുണ്ടായ സമയത്ത് ഇവിടെ നിന്നായിരുന്നു, അതായത് ഇന്നലെയാണ് ഒരു കാറ് കത്തിയിട്ട് ഡ്രൈവറായിട്ടുള്ള വ്യക്തി, കുമാരസ്വാമി സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ആ സമയത്തൊക്കെ ഇവിടെയുള്ള യൂണിറ്റിന് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി പറ്റിയിരുന്നു. പക്ഷേ അതേ സമയത്ത് ഈ പറഞ്ഞ ഈ ഏരിയയിലുള്ള ഈ ബീച്ച് ഫയർ സ്റ്റേഷന്റെ പരിധിയിലുള്ള മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമാണ് ഒരു വർഷക്കാലമായിട്ട് ഇവിടെയുള്ള പ്രദേശവാസികൾ ചോദിക്കുന്നത്, ഇവിടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ ചോദിക്കുന്നത്. 46 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണിത്. 63ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു കെട്ടിടമാണ് ഇവിടെയുള്ള ജീവനക്കാർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ കെട്ടിട സൗകര്യം പോലും ഇല്ല. ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിലും മറ്റുമാണ് ഇപ്പോൾ ഓഫീസ് സംവിധാനം സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഓഫീസ് സംവിധാനം പ്രവർത്തിക്കുന്നത് ജീവനക്കാർക്കായി നൽകിയിട്ടുള്ള ക്വാർട്ടേഴ്സിലാണ്. ഇതിവിടെ നിന്ന് മാറ്റാൻ, പ്രവർത്തനം മെച്ചപ്പെടുത്താൻ, നേരത്തെ പറഞ്ഞ പോലെ സാറ്റലൈറ്റ് സ്റ്റേഷനായി പുനഃസ്ഥാപിക്കാനൊക്കെയുള്ള തടസ്സം എന്താണ്? കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നൊക്കെ 17 കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ തുക വകയിരുത്തുകയോ പ്രവർത്തനാനുമതി നൽകുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ 17 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കി നൽകിയിട്ടുള്ളത്. എന്നാൽ എന്തുകൊണ്ടാണ് അതിന് പ്രവർത്തനാനുമതി നൽകാത്തത് എന്നുള്ളത് സ്വാഭാവികമായിട്ട് സർക്കാരിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടികളിലേക്ക് സർക്കാർ കടക്കാത്തത് എന്നുള്ളതാണ്. ഈ അതീവ ഗൗരവമുള്ള പ്രദേശമാണെന്നും ആയിരക്കണക്കിന് ആളുകൾ ദിവസേന ഒത്തുകൂടുന്ന കേന്ദ്രങ്ങൾ ഇവിടെ ഉള്ളതാണെന്നും അടിക്കടി തീപിടുത്തങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ ഉള്ള പ്രദേശമാണ് ഇത് എന്നും കോർപ്പറേഷനോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്കോ അറിയാത്തൊരു കാര്യമല്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അടിക്കടി ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. എന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തനാനുമതി പെട്ടെന്ന് നൽകാൻ ആവശ്യമായ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതിന് വ്യക്തമായ ഉത്തരം നൽകാൻ കോർപ്പറേഷൻ ഭരണാധികാരികൾക്ക് സാധിക്കുന്നുമില്ല. ചോദിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കെട്ടിട നിർമ്മാണം നടക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമെന്നാണ് കോർപ്പറേഷൻ അധികാരികളോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അത് കൃത്യമായി ഉത്തരം നൽകാൻ കോർപ്പറേഷനോ മറ്റു ഭരണാധികാരികൾക്കോ സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. ഏതായാലും 17 കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതിന് പ്രവർത്തനാനുമതി എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോഴെന്തായാലും ഈ പ്രദേശത്തുള്ള BJPയുടെ വെസ്റ്റ് ഹിൽ ഏരിയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മാലിനി നമ്മോടൊപ്പം ചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ജനം TV ഉൾപ്പെടെ അവർ വിളിച്ചറിയിക്കുകയുണ്ടായി. അതായത് ഈ ബീച്ച് ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്ത മൂലം ഒരുപാട് പ്രശ്നങ്ങൾ പ്രദേശത്ത് നടക്കുന്നത്
ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ മാലിനി എന്ന് പറയുന്ന വ്യക്തി BJPയുടെ വെസ്റ്റ് ഹിൽ ഏരിയ ജനറൽ സെക്രട്ടറി നമ്മളോട് പറയുകയുണ്ടായി. ഒരു വർഷത്തോളമായി ഈ ബീച്ച് ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം ഈ നിലയിൽ, അതായത് നിരവധി ജീവനക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അത് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുമെന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ എവിടെയും എത്തിയിട്ടില്ല. ഇതുമൂലം ഈ പ്രദേശവാസികളൊക്കെ ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്? വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അതായത് ഇന്നലെ കണ്ടതിനേക്കാളും ഞങ്ങൾ ഈ തൊട്ടടുത്ത് ഞങ്ങൾക്ക് ആ പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരം കത്തി എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സ് എത്തിയിരുന്നത്. അതുപോലെ തന്നെ ഇന്നലെ വന്ന ദാരുണ്യം കണ്ട് നാട്ടുകാർ ആകെ പകച്ചിരിക്കുകയാണ്. അത്രയും വലിയൊരു അപകടമാണ് അത്. പെട്ടെന്ന് ഫയർഫോഴ്സ് നമ്മളിവിടെ അടുത്തുള്ളതല്ലേ, വന്നിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെടുമായിരുന്നു. നാട്ടുകാർ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാറിൻ്റെ ഡോറൊക്കെ തുറന്നു വെച്ച് കൊടുത്ത് അവർ എന്താ പറയുക, അങ്ങനെ ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഈ ജനം TV മാത്രമല്ല ഒരുപാട് ചാനലുകാരോടും ഞങ്ങൾ ഈ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. ഫയർ സ്റ്റേഷൻ ഇവിടെ വേണം, ഫയർ സ്റ്റേഷൻ ഇല്ലാത്തത് കൊണ്ട്. അതുമാത്രമല്ല തിങ്ങി താമസിക്കുന്ന ഇടമാണ് ആളുകൾ, കുട്ടികൾ. പിന്നെ ഇനിയിപ്പോൾ മഴക്കാലമാണ് വരുന്നത്, വെള്ളത്തിൽ വീണിട്ടും ഇവരൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം ഫയർഫോഴ്സ് വന്നതുകൊണ്ട് വല്ല ഉപകാരമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഫയർ സ്റ്റേഷൻ ഇവിടെ നിലനിൽക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ തുടർന്നും ഇനി BJP ഈ സമരം തന്നെ ചെയ്യും. കോർപ്പറേഷൻ്റെ മുന്നിൽ എവിടെ ആയാലും അധികൃതരെ എടുത്തു പോയി ഞങ്ങൾ സമരം ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അതായത് നമ്മളോട് ഈ അവഗണന കാണിക്കുന്ന സർക്കാർ, കോർപ്പറേഷൻ, ഇവരൊക്കെ ഇതിൽ എന്തായാലും ഏർപ്പെട്ടിട്ട് നമുക്ക് ഈ ഫയർ സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കോർപ്പറേഷനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നിവേദനം നൽകുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നേരിട്ട് കാണുകയോ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ കോർപ്പറേഷനിലാണ് പോയി പറഞ്ഞിട്ടുള്ളത്. കോർപ്പറേഷൻ മേയറെ കണ്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇവിടെ ഫയർ സ്റ്റേഷൻ അത്യാവശ്യമാണ്. അങ്ങനെയാണ് അവർ ആ ബീച്ചിലുള്ള ഫിഷറീസ് ഓഫീസിലേക്ക് ആ കെട്ടിടം ആക്കണമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതെന്തോ കാരണത്താൽ എന്താണെന്നറിയില്ല, അത് കെട്ടിടം പഴയതാണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി എന്നാണ് പറഞ്ഞത്. ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ് നമ്മളെ ഈ തീരദേശം, ഈ ടൗണുകളൊക്കെ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ബീച്ച് ഫയർ സ്റ്റേഷൻ ഇവിടെ വേണം തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ കടക്കും. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഉണ്ടാവും. ഇത് ഒരുപാട് അപകടങ്ങളായി ഞങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ പത്രത്തിലും ഇതിലൊക്കെ വരികയെന്നല്ലാതെ പിന്നീട് അതിനെപ്പറ്റി ഒരു ചർച്ച ഒന്നും നടക്കാറില്ല. അതുകൊണ്ട് വലിയ പ്രക്ഷോഭം തന്നെ BJP നടത്തും എന്നാണ് പറയുന്നത്. ഒരു 1.5 മാസം മുമ്പാണ് ഇവിടെ വെള്ളയിൽ തന്നെയുള്ള ഒരു കാർ പെയിൻറ്റിംഗ് വർക്ക്ഷോപ്പിന് തീ പിടിച്ചിട്ട് വലിയൊരു അപകടമുണ്ടായത്. ആ സമയത്ത് ഇവിടെ നിന്ന്, അതായത് ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്ന് ഇവിടെയുള്ള യൂണിറ്റ് അങ്ങോട്ടേക്ക് പോവുകയും അവിടെയുള്ള പ്രവർത്തനങ്ങൾ തീ കെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് മീൻചന്തയിൽ നിന്നും കൂടി മറ്റൊരു യൂണിറ്റ് വരേണ്ടി വന്നതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഈ യൂണിറ്റ് വെച്ചുകൊണ്ട് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനോ ഈ ബീച്ച് ഫയർ സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനോ ഒന്നും രഹസ്യമായിട്ട് തന്നെ ഇവിടെയുള്ള രഹസ്യമായിട്ട് ജീവനക്കാർ തന്നെ സമ്മതിക്കുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനോ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഒരേ സമയത്ത് ഒന്നിലധികം സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട്. അത് ജനങ്ങളുടെ ജീവന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ജീവന് ഭീഷണിയായിട്ട് തുടരുന്ന ഒരു കാര്യം തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അത് സർക്കാർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങളും രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. ഒരു വർഷം മുമ്പ് 7ഓളം യൂണിറ്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഇപ്പോൾ ഒരു യൂണിറ്റ് മാത്രമായി കുറഞ്ഞിരിക്കുന്നു. 7 യൂണിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ സാധിക്കാത്തത് ഒരു യൂണിറ്റ് മാത്രമായിട്ടുള്ളതാണ്. ജീവനക്കാരെയല്ല നമ്മൾ കുറ്റം പറയുന്നത്, സർക്കാരിനെയാണ്. സർക്കാർ ഈ വിഷയത്തിൽ വേണ്ട രീതിയിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് 17 കോടി രൂപയുടെ പ്രവർത്തനാനുമതിക്കായിട്ട് എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി നൽകിയിട്ടുണ്ടെങ്കിലും അതിന് ഒപ്പുവെക്കാനോ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനോ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. കോർപ്പറേഷനും ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ മിഠായി തെരുവിലൊക്കെ കഴിഞ്ഞ മുൻ വർഷങ്ങൾ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തിൽ ഒരുപാട് ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടതാണ്, ഒരുപാട് ആളുകൾ വെന്തു മരിച്ചതാണ്. ഇവിടെയൊക്കെ എല്ലാ ദിവസവും 10,000-കണക്കിന് ആളുകളാണ് ഒത്തുകൂടുന്നത്. ബീച്ച്, മിഠായി തെരുവ്, പാളയം, മീൻചന്ത തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ 10,000-കണക്കിന് 1000-കണക്കിന് ആളുകൾ ദിവസവും ഒത്തുകൂടുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ എന്തെങ്കിലും സംഭവിക്കരുത് എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യം തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടതും മറുപടി പറയേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്ത സർക്കാരിനുണ്ട്. പക്ഷേ അവരതിന് തയ്യാറാവുന്നില്ല. ഈ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി സമർപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് മാസങ്ങളായി. എന്നാൽ അത്തരത്തിലുള്ള ഭരണാനുമതിക്കോ പ്രവർത്തനാനുമതിക്കോ സർക്കാർ കടക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം പോലും ഇവിടെ ഒരു കാർ കത്തിയിട്ട് ഒരു വ്യക്തി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു 1.5 മാസം മുമ്പാണ് വെള്ളയിലുള്ള ഒരു കാർ വർക്ക്ഷോപ്പിന് തീ പിടിച്ചിട്ട് വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഇത്രയൊക്കെ അനിഷ്ട സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുമ്പോഴും അത്തരം ശ്രദ്ധയിലേക്ക് സർക്കാർ കടക്കുന്നില്ല, കോർപ്പറേഷൻ കടക്കുന്നില്ല. വളരെ ലാഘവത്തോട് കൂടിയിട്ടാണ് ഈ വിഷയത്തെ സർക്കാർ കൈകാര്യം ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ജനങ്ങളുടെ ജീവന് ഭീഷണിയായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ അടിക്കടി നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ, അതായത് ഇവരുടെയൊക്കെ ഈ പ്രദേശത്ത് വരുന്ന
ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ബാധ്യത തീർച്ചയായിട്ടും സർക്കാരിനുണ്ട്. പക്ഷേ അത്തരം നടപടികളിലേക്ക് എന്താണ് സർക്കാർ കടക്കാത്തത് എന്ന ചോദ്യമാണ് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി മഴക്കാലമാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു മഴ പെയ്താൽ തന്നെ വലിയ രീതിയിലെ വെള്ളക്കെട്ടുകളും മറ്റും ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അവിടേക്കൊക്കെ ഓടിയെത്തേണ്ടതായിട്ട് വരും. ഇനിയുള്ള കാലം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ജോലിയുള്ള തിരക്കുള്ള കാലമാണ്. അപ്പോൾ ഒരു യൂണിറ്റ് വെച്ച് ഈ ബീച്ച് ഫയർ സ്റ്റേഷനെയോ ബീച്ച് ഫയർ സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന മറ്റു സ്ഥലങ്ങളെയോ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നൊരു കാര്യം ഇവിടെയുള്ള ജീവനക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ടും ഇതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കണമെന്നാണ് ഇവിടെയുള്ള പൊതുജനങ്ങളും രാഷ്ട്രീയ കക്ഷികളും ആവശ്യപ്പെടുന്നത്. വീണ.